വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ടോൾ കമ്പനിയും ബസ് തൊഴിലാളികളും. തൃശൂർ വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ ബസ് സമരം തുടരുന്നു. സൂര്യാഘാതത്തിനെതിരെ ചൊവ്വാഴ്ച വരെ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ചാലക്കുടിയിൽ വീട്ടമ്മയ്ക്ക് സൂര്യാതപമേറ്റു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിലെ മീനഭരണി ആഘോഷത്തിന് തുടക്കം. കുരുമ്പക്കാവിനെ ചെമ്പട്ടുടുപ്പിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ്. കാഞ്ഞാണിയിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കി. ആനപ്പുറത്തിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ 1 മണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു. രൂക്ഷമായ വരൾച്ചയെ നേരിടാൻ കുളം നിർമ്മിച്ച് കുട്ടംകുളം നിവാസികൾ. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കുളം നിർമ്മിച്ചത്. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് തൊഴിലാളികൾ നടത്തുന്ന സമരം തുടരുന്നു. തൃശൂർ വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിലെ ബസ്സുകളാണ് 2 ദിവസമായി പണിമുടക്കുന്നത്. ഞായറാഴ്ച ബസ് ഉടമകളുമായി പുതുക്കാട് പോലീസ് ചർച്ച നടത്തിയെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞു. ടോൾ കമ്പനി അധികൃതർ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു. നിലവിലുള്ള പോലെ ബസ്സുകൾ സർവീസ് നടത്തണമെന്ന പോലീസിന്റെ ആവശ്യം ബസ് ഓപ്പറേറ്റേഴ്സ് അംഗീകരിച്ചില്ല. ഇതോടെ തിങ്കളാഴ്ചയും സമരം തുടരാനാണ് സാധ്യത. പ്രത്യേക ട്രാക്ക് അനുവദിച്ചു കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന് ബസ് തൊഴിലാളികൾ അറിയിച്ചു. എന്നാൽ ദേശീയപാത അതോറിറ്റിയുടെ നിർദ്ദേശമില്ലാതെ ബസ്സുകൾക്ക് മാത്രമായി ട്രാക്ക് അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ടോൾ കമ്പനി. ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവുകൾ കൃത്യമായി പാലിക്കാത്ത ടോൾ കമ്പനി പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ മുടന്തൻ ന്യായങ്ങൾ നിരത്തുകയാണെന്ന് ബസ് തൊഴിലാളികൾ ആരോപിച്ചു. ടോൾ പ്ലാസ കമ്പനിയുടെയും ബസ് ജീവനക്കാരുടെയും കടുംപിടുത്തത്തിൽ ദുരിതമനുഭവിക്കുന്നത് യാത്രക്കാരാണ്. KSRTC ബസ്സുകൾ കുറവ് സർവീസ് നടത്തുന്ന ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളാണ് ആശ്രയം. 2 ദിവസമായി തുടരുന്ന പണിമുടക്ക് യാത്രക്കാരെ ഏറെ ബാധിച്ചു. നിലവിൽ 3 KSRTC ബസ്സുകളാണ് അധിക സർവീസ് നടത്തുന്നത്. 65ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന ഈ റൂട്ടിലെ ബസ് സമരം അധികൃതർ ഇടപെട്ട് ഒത്തുതീർപ്പാക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV പുതുക്കാട്. സൂര്യാഘാതം സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം ചൊവ്വാഴ്ച വരെ നീട്ടി. വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ വരും ദിവസങ്ങളിൽ താപനില ശരാശരി 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. പ്രതിരോധ നടപടികൾ തുടരാനും അവധിക്കാലമായതിനാൽ കുട്ടികൾക്ക് സൂര്യാതപമേൽക്കാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പുലർത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതീവ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ അവധിക്കാല ക്ലാസ് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. പൊള്ളൽ, ക്ഷീണം എന്നിവ ഉണ്ടായാൽ ഉടനടി മെഡിക്കൽ സഹായം തേടണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വരൾച്ച, പകർച്ചവ്യാധി എന്നിവ നേരിടാൻ കർമ്മസമിതികൾ തയ്യാറാണ്. അതേസമയം ചാലക്കുടിയിൽ വീട്ടമ്മയ്ക്ക് സൂര്യാതപമേറ്റു. ചാലക്കുടി പോട്ട അലവി സെൻട്രൽ മേട്ടിപ്പാടം ചില്ലേലിപ്പറമ്പിൽ രാജന്റെ ഭാര്യ ഷീനയ്ക്കാണ് കഴുത്തിനു പിൻഭാഗത്ത് പൊള്ളലേറ്റത്. കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഷീന. മീനമാസക്കാറ്റിൽ കോമരം തുള്ളുന്ന അരയാലിലകൾ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിനെ ചെമ്പട്ടുടുപ്പിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നു. ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രധാന ചടങ്ങാണ് കോഴിക്കല്ല് മൂടൽ. പൂജാവിധികൾ കാലേക്കൂട്ടി പൂർത്തിയാക്കിയ ശേഷം വടക്കേ നടയിലാണ് കോഴിക്കല്ല് മൂടൽ നടന്നത്. പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാർ ദീപസ്തംഭത്തിന് താഴെയുള്ള വൃത്താകൃതിയിലുള്ള 2 കരിങ്കല്ലുകൾ കുഴിയെടുത്ത് മൂടി മൺതിട്ടയുണ്ടാക്കിയതിനു ശേഷം അതിന്മേൽ ചെമ്പട്ട് വിരിച്ചു. തുടർന്ന് ഭഗവതി വീട്ടിലെ കാരണവർ രാഗേഷ് തച്ചോളി തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് 3 വട്ടം വിളിച്ചു ചോദിച്ചു. ഇതേസമയം വടക്കേ മലബാറിൽ നിന്നും എത്തിയ തച്ചോളി തറവാട്ടുകാർ കോഴിക്കല്ലിൽ ആദ്യ കോഴിയെ സമർപ്പിച്ചു. തുടർന്ന് വിവിധ ദിക്കുകളിൽ നിന്നുമെത്തിയ ഭക്തർ ദേവിക്ക് പട്ടും കോഴിയും സമർപ്പിച്ചു. കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞതോടെ ക്ഷേത്രത്തിൽ വടക്ക് കിഴക്കേ കോണിൽ വേണാടൻ കൊടികൾ ഉയർന്നു. ഇനി മുളന്തണ്ടിൽ താളമിടുന്ന ഭരണിപ്പാട്ടിന്റെ ഉറഞ്ഞുതുള്ളുന്ന കോമരക്കൂട്ടങ്ങളുടെ അരമണി കിലുക്കത്തിന്റെ നാളുകൾ. അശ്വതി നാളിൽ നടക്കുന്ന തൃച്ചന്ദന ചാർത്ത് പൂജയും ആയിരങ്ങൾ പങ്കെടുക്കുന്ന കാവുതീണ്ടലുമാണ് ഭരണി ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകൾ. ഭരണി നാളിൽ വെന്നിക്കൊടി നാട്ടി കൂശ്മാണ്ഡ ബലി അർപ്പിക്കുന്നതോടെ മീനഭരണി ആഘോഷം സമാപിക്കും. TCV കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ അമ്മയുടെ തിരുനടയിൽ ചെമ്പട്ട് വിരിക്കുന്ന രാഗേഷിന് ഇത് 3 പതിറ്റാണ്ടിന്റെ സുകൃതം. മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവോണനാളിൽ കുരുമ്പക്കാവിൽ കോഴിക്കല്ല് മൂടാനുള്ള അവകാശം ഭഗവതി വീട്ടുകാർക്കാണ്. കഴിഞ്ഞ 30 വർഷമായി രാഗേഷ് കോഴിക്കല്ല് മൂടൽ ചടങ്ങിലെ സാന്നിധ്യമാണ്. 1989 മുതൽ കാരണവന്മാർക്കൊപ്പം കോഴിക്കല്ല് മൂടുന്ന രാഗേഷിനാണ് ഇപ്പോൾ കാരണവസ്ഥാനം. ഷാർജയിൽ ജോലി ചെയ്യുന്ന രാഗേഷ് ഭരണി ആഘോഷത്തിൽ പങ്കെടുക്കാനായി അവധിക്ക് എത്തിയതാണ്.
രാകേഷിനു പുറമെ സുജിത്ത്, സുജയ്, അനന്തകൃഷ്ണൻ, പ്രഭവ്, ദേവദേവൻ, ബ്രഹ്മദത്തൻ എന്നിവരും ചടങ്ങിൽ പങ്കാളികളായി. കൊടുങ്ങല്ലൂരമ്മയ്ക്ക് ആദ്യ കോഴിയെ സമർപ്പിക്കാൻ വ്രതം നോറ്റ് തച്ചോളി തറവാട്ടുകാരെത്തി. കുരുമ്പക്കാവിൽ മീനഭരണി ആഘോഷത്തിന് തുടക്കം കുറിച്ച് നടന്ന കോഴിക്കല്ല് മൂടൽ ചടങ്ങിൽ ആദ്യ കോഴിയെ സമർപ്പിക്കാനുള്ള അവകാശം വടകരയിൽ നിന്നുമെത്തുന്ന തച്ചോളി സംഘത്തിനാണ്. തച്ചോളി ഒതേനന്റെ പിന്മുറക്കാരാണ് ഇക്കൂട്ടർ. ക്ഷേത്രം ആക്രമിക്കാനെത്തിയവരെ തുരത്തിയോടിച്ച തച്ചോളി ഒതേനന് കനിഞ്ഞു നൽകിയ അവകാശമാണ് ഇത്. നൂറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഈ ചടങ്ങ് തച്ചോളി തറവാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വിലപ്പെട്ടതാണ്. രാധാകൃഷ്ണൻ മേപ്പാട്ട്, വിജയരാഘവൻ, പറമ്പത്ത് ബാലക്കുറുപ്പ്, ആയഞ്ചേരി നാരായണക്കുറുപ്പ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇക്കുറി തച്ചോളി സംഘം എത്തിയത്. കാഞ്ഞാണിയിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കി. ആന പുറത്തിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞാണിക്കും പാന്തോടിനുമിടയ്ക്ക് കനാൽ പാലത്തിന് സമീപത്തുള്ള തോട്ടുപുരയ്ക്കൽ രഞ്ജിതയുടെ വീട്ടിൽ വെച്ചാണ് ആനയിടഞ്ഞത്. തറവാട്ടുവക ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി പറയെടുപ്പിന് കൊണ്ടുവന്ന ഗുരുജിയിൽ ബാലനാരായണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനപ്പുറത്ത് കയറാൻ വന്ന 4 പേരിൽ ഒരാൾ പാപ്പാന്റെ അനുവാദമില്ലാതെ ആനവാൽ പൊട്ടിച്ചതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇത് ചോദ്യം ചെയ്ത 1-ാം പാപ്പാനുമായി ഇവർ വാക്കേറ്റമായി. ഇതിനിടയിൽ 1-ാം പാപ്പാൻ ശാന്തനായി നിന്ന ആനയെ ഉപദ്രവിക്കുകയും ആന ഇടയുകയുമായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മദ്യപിച്ച് പാപ്പാനുമായി പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ അന്തിക്കാട് പോലീസ് കേസെടുത്തു. ആന ഇടഞ്ഞതോടെ കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ 1 മണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു. അന്തിക്കാട് എസ്.ഐ സംഗീത് പുനത്തിലിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി ജനങ്ങളെ നിയന്ത്രിച്ചു. ആനപ്പുറത്ത് കുടുങ്ങിയ 3 പീടിക സ്വദേശി വിഷ്ണു, പെരിഞ്ഞനം സ്വദേശി ശ്രീജിത്ത് എന്നിവർ സമീപത്തെ മാവിലേക്ക് ചാടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. എലിഫന്റ് ഓണേഴ്സ് സൊസൈറ്റി സ്ക്വാഡ് വടം കെട്ടിയും ക്യാപ്ചർ ബെൽറ്റിട്ടും ആനയെ തളച്ചു. സ്ക്വാഡ് അംഗങ്ങളായ സ്നേഹേഷ്, സനു, സിബിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആനയെ തളച്ചത്. TCV ന്യൂസ്, അന്തിക്കാട്. രൂക്ഷമായ വരൾച്ചയെ നേരിടാൻ കുളം നിർമ്മിച്ച് കുട്ടംകുളം നിവാസികൾ. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് പ്രദേശത്ത് വലിയ കുളം നിർമ്മിച്ചത്. വേലൂർ പഞ്ചായത്ത് 8-ാം വാർഡിലെ കുട്ടംകുളത്താണ് ജലക്ഷാമം പരിഹരിക്കാൻ കുളം നിർമ്മിച്ചിട്ടുള്ളത്. കർഷകയായ ഓമന ജോയിയുടെ കൃഷിയിടത്തിൽ കുളം നിർമ്മിക്കാനുള്ള സ്ഥലം നൽകുകയായിരുന്നു. 11 മീറ്റർ വീതിയും 6 മീറ്റർ താഴ്ചയുമാണ് കുളത്തിനുള്ളത്. 1,95,600 രൂപ ചെലവഴിച്ച് 564 തൊഴിൽ ദിനങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. പടവുകളോടുകൂടിയ മനോഹരമായ കുളത്തിൽ 1 കോലിലധികം തെളിഞ്ഞ ശുദ്ധജലമുണ്ട്. ഈ വേനലിൽ പരിസരവാസികൾക്ക് ഇത് വലിയൊരു ആശ്വാസമാകും. ജലസേചനത്തിനും തുടർന്ന് മത്സ്യം വളർത്തലുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. തൊഴിലുറപ്പ് മേറ്റ് സോണിയ, AE സുരഭി, ഓവർസിയർ ജോത്സന, രസിക, VEOമാരായ രശ്മി, പ്രശാന്തിനി എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാർ കുളം നാടിന് സമർപ്പിച്ചു. TCV എരുമപ്പെട്ടി. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. മാളച്ചാലിൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയത് നീക്കം ചെയ്യാൻ കഴിയില്ലെന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും. ചാലിൽ തള്ളിയത് സെപ്റ്റിക് ടാങ്ക് മാലിന്യമാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാലിന്യം നിറഞ്ഞ വെള്ളം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുമെന്നും അതുകൊണ്ട് ഒഴുക്കിക്കളയണമെന്നുമാണ് ആവശ്യമുയർന്നിരുന്നത്. എന്നാൽ വെള്ളം ഒഴുക്കിക്കളയുന്നത് പ്രായോഗികമല്ല എന്ന നിലപാടാണ് മാള പഞ്ചായത്ത് എടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പിന് പഞ്ചായത്ത് കത്ത് നൽകിയിട്ടുണ്ട്. ബ്ലീച്ചിംഗ് പൊടി വിതറി പ്രശ്നം പരിഹരിക്കണം എന്ന് ആരോഗ്യവകുപ്പിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇരുവിഭാഗവും കൈയൊഴിഞ്ഞതോടെ മാലിന്യം അതേ നിലയിൽ തന്നെ കിടക്കുകയാണ്. കാക്കാതുരുത്തിയിൽ കാർ മരത്തിലിടിച്ച് യുവാവ് മരിച്ചു. 3 പീടിക സ്വദേശിയായ 27 വയസ്സുള്ള പൊന്നാത്ത് അർഫാദാണ് മരിച്ചത്. പുലർച്ചെ 2 മണിയോടെ കാക്കാതുരുത്തി ഷാപ്പിന് സമീപത്താണ് അപകടമുണ്ടായത്. എടതിരിഞ്ഞി ലൈഫ് ഗാർഡ്സ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അർഫാദിനെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മുല്ലശ്ശേരി ഷിഹാബിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരിങ്ങോട്ടുകരയിൽ ബൈക്ക് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ആൾ മരിച്ചു.
ആവണയങ്കാട്ട് പടിക്ക് സമീപം വേളയക്കാട്ട് വീട്ടിൽ 76 വയസ്സുള്ള ലോഹിതാക്ഷനാണ് ചികിത്സയ്ക്കിടെ മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ആവണയങ്കാട്ട് പടിയിൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം വർണ്ണാഭമായി. പൂക്കാവടികളും അമ്പലക്കാവടിയും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിച്ചു. ദേവസ്വം പൂരത്തിൽ ഗുരുവായൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേളപ്രമാണയത്വത്തിൽ നാദവിസ്മയം തീർക്കുന്ന വാദ്യപെരുമഴയോടെ വൈകിട്ട് 7 കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. 40ഓളം വരുന്ന പ്രാദേശിക പൂര കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ തലയെടുപ്പുള്ള 40-ലേറെ ഗജവീരന്മാർ അണിനിരന്നു. ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ എൻ ശ്രീനിവാസൻ, എ കെ ശശിധരൻ, കെ എ സുഗതൻ എന്നിവർ നേതൃത്വം നൽകി. പുത്തൻചിറ കുന്നത്തേരിയിൽ അനധികൃതമായി മണ്ണെടുക്കുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രവും 2 ടിപ്പർ ലോറികളും മാള പോലീസ് കസ്റ്റഡിയിലെടുത്തു. തെരഞ്ഞെടുപ്പ് തിരക്കിന്റെ മറവിൽ മണ്ണെടുപ്പും നെൽവയലുകളും ജലാശയങ്ങളും നികത്തുന്നതും വ്യാപകമാണെന്ന് പരാതികളുണ്ടായിരുന്നു. അധികൃതരുടെ ഒത്താശയോടെയാണ് മണ്ണെടുപ്പും നികത്തലും വ്യാപകമായത് എന്നാണ് ആക്ഷേപം. കുടിവെള്ളക്ഷാമം രൂക്ഷമായ മേഖലകളിലേക്ക് ശുദ്ധജലം എത്തിച്ച് പുത്തൻകടപ്പുറം സൂര്യ കലാകായിക സാംസ്കാരിക വേദി പ്രവർത്തകർ. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പുന്ന, തെക്കഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്കാണ് സൂര്യ സാംസ്കാരിക വേദി പ്രവർത്തകർ കുടിവെള്ളം എത്തിക്കുന്നത്. കുടിവെള്ള വിതരണത്തിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ചാവക്കാട് നഗരസഭാ ചെയർമാൻ എൻ കെ അക്ബർ നിർവഹിച്ചു. സൂര്യ കലാകായിക സാംസ്കാരിക വേദി പ്രസിഡന്റ് പി എ സേതു മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. എം ആർ രാധാകൃഷ്ണൻ, കെ എം അലി, കെ കെ മുബാറക്, പി പി നാരായണൻ, എ എ ഹിഷാം, എം എൻ മിഥുൻ എന്നിവർ സംസാരിച്ചു. പുതുക്കാട് പാഴായിയിൽ നേന്ത്രവാഴകൾ വെട്ടി നശിപ്പിച്ചതായി പരാതി. പാഴായി നൊട്ടശ്ശേരി കുട്ടപ്പന്റെ തോട്ടത്തിലെ കുലവന്ന 20ഓളം വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. പുതുക്കാട് പോലീസിൽ പരാതി നൽകി. ജനങ്ങൾ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുമ്പോൾ കേരളത്തിൽ നിന്നുള്ള 20 എംപിമാരുടെ പ്രവർത്തനവും സൂക്ഷ്മമായി വിലയിരുത്തണമെന്ന് സുരേഷ് ഗോപി എം പി പറഞ്ഞു. മണലൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. AS വിമലാനന്ദൻ, ജസ്റ്റിൻ ജേക്കബ്, A പ്രമോദ്, ജെ രമാദേവി, ഉല്ലാസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റ് കയ്പമംഗലം മേഖലയിൽ 2ാം ഘട്ട പര്യടനം പൂർത്തിയാക്കി. പേരക്കുട്ടികളായ ഇന്നസെന്റിനോടും അന്നയോടുമൊപ്പമാണ് ഞായറാഴ്ച ഇന്നസെന്റ് വോട്ട് അഭ്യർത്ഥിക്കാനെത്തിയത്. ഞാൻ കോടീശ്വരൻ എന്ന പരിപാടിയിലൂടെ ഇന്നസെന്റിന് ലഭിച്ച പണം ചികിത്സാ സഹായമായി ലഭിച്ച കൊച്ചുകുട്ടിയും ഇന്നസെന്റിനെ സ്വീകരിക്കാനെത്തിയിരുന്നു. വൈകിട്ട് പര്യടനം എടത്തിരുത്തിയിലെ പൈനൂരിൽ സമാപിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജു എരുമപ്പെട്ടി പഞ്ചായത്തിൽ പര്യടനം നടത്തി. LDF നിയോജകമണ്ഡലം നേതാക്കളായ TK വാസു, MN സത്യൻ, CT ഷാജൻ മാസ്റ്റർ, TG സുന്ദർലാൽ എന്നിവർ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നടത്തിയ ഭാരതീയ ദളിത് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കൺവെൻഷൻ DCC സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അശോകൻ ഐത്താടൻ അധ്യക്ഷനായിരുന്നു. KM ബാബുരാജ്, KS വിമൽ, CS ഗണപതി തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി KV ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വടക്കാഞ്ചേരിയിൽ NDA കൺവെൻഷൻ നടത്തി. BDJS യുവജന വിഭാഗം സംസ്ഥാന സമിതി അംഗം MG മനോജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, BJP നഗരസഭാ പ്രസിഡന്റ് VM ഗോപിദാസ്, മഹിളാ മോർച്ച നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിന്ദു വത്സൻ എന്നിവർ സംസാരിച്ചു. വേലൂർ മണ്ഡലം UDF കൺവെൻഷൻ മുൻ MLA PA മാധവൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് V കേശവൻ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, മുസ്ലിം ലീഗ് സംസ്ഥാന നേതാവ് EP കമറുദ്ദീൻ, PRN നമ്പീശൻ, രാജേന്ദ്രൻ അരങ്ങത്ത് എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ഇബ്റ്റ തൃശൂരിന്റെ നേതൃത്വത്തിൽ നാടക അവതരണം നടത്തി. മന്ത്രി C രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. LDF
ലോക്സഭാ മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി കെ.പി. രാജേന്ദ്രൻ അധ്യക്ഷനായി. വി.എസ്. പ്രിൻസ്, അശോകൻ പന്തലൂർ, പി.എം. നിക്സൺ എന്നിവർ സംസാരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൻ.ഡി.എ സ്ഥാനാർത്ഥി ടി.വി. ബാബുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വേലൂരിൽ കൺവെൻഷൻ നടത്തി. ബി.ജെ.പി ജില്ലാ ജനറൽ സെക്രട്ടറി കെ. അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എസ്.സി. മോർച്ച നിയോജക മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ അധ്യക്ഷനായി. നേതാക്കളായ കെ.എസ്. രാജേഷ്, ചന്ദ്രൻ കിളിയംപറമ്പിൽ, കെ. മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. എൻ.ഡി.എ ചേലക്കര പഞ്ചായത്ത് കൺവെൻഷൻ ഭാരതീയ വിചാര കേന്ദ്രം മേഖലാ പ്രസിഡന്റ് ഷാജി വരവൂർ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി. മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ബി.ജെ.പി ചേലക്കര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് നമ്പ്യാത്ത, കെ. സന്താനഗോപാലൻ, കെ. വി. അനിൽകുമാർ, ആർ.എസ്.എസ് ഖണ്ഡ് കാര്യവാഹക് ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ തീരുമാനിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കുന്നംകുളം നഗരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ. ജയശങ്കർ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, ബിജോയ് സി ബാബു, ബിജു സി ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി. PDP കയ്പമംഗലം മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ടി.എം. മജീദ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ കബീർ മൗലവി അധ്യക്ഷനായിരുന്നു. വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജീവ് മണി, തൃശൂർ സ്ഥാനാർത്ഥി ടി.എ. മുജീബ് റഹ്മാൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി ജമാൽ കുഞ്ഞുണ്ണിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. എൻ.ഡി.എ എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷൻ നടത്തി. ബി.ജെ.പി മണ്ഡലം പ്രസിഡന്റ് പി.എസ്. അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷാജിലാൽ തേവർക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. ബി.ഡി.ജെ.എസ് മണ്ഡലം പ്രസിഡന്റ് സി.എസ്. ഹരിശങ്കർ, ജ്യോതി ബാസ് തേവർക്കാട്ടിൽ, രാജേഷ് കോവിൽ എന്നിവർ സംസാരിച്ചു. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. ആറാട്ടിന് എഴുന്നള്ളിക്കൽ, യാത്രാ, ബലി എന്നിവയ്ക്ക് ശേഷം കിഴക്കേച്ചിറയിൽ പള്ളിപ്പുറത്തപ്പന്റെയും ഭഗവതിയുടെയും തിടമ്പുകൾ ആറാടിച്ചു. ദേവകളുടെ ആറാട്ടിനെ തുടർന്ന് ഭക്തരും നീരാട്ടിനിറങ്ങി. ആറാട്ടിന് ശേഷം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും അഞ്ജനമെഴുതുകയും നടപ്പന്തലിൽ മഞ്ഞൾ നീരാട്ടും നടന്നു. അന്നകര ഗവൺമെന്റ് LP സ്കൂളിൽ അവധിക്കാല വായനാ പദ്ധതിയായ തണൽ വായനയ്ക്ക് തുടക്കമായി. ഹൃദയകുമാരി സ്മാരക പുരസ്കാരം കരസ്ഥമാക്കിയ ദേവൂട്ടി ഗുരുവായൂർ തണൽ വായന ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക N.O. ഫിലോമിന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. പേപ്പർ പേന നിർമ്മാണത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. അവധിക്കാല വായനയ്ക്ക് വിദ്യാർത്ഥികൾക്ക് ലൈബ്രറി പുസ്തകങ്ങൾ വിതരണം ചെയ്തു. 2 ആഴ്ച കൂടുമ്പോഴാണ് ഗ്രാമത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടി വിദ്യാർത്ഥികൾക്ക് അവധിക്കാല വായനയ്ക്കായി പുസ്തകങ്ങൾ നൽകുന്നത്. തൃശൂർ അതിരൂപത ദർശന സമൂഹം വാർഷിക കൺവെൻഷൻ ഏനാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിൽ നടന്നു. അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ പതാക ഉയർത്തി. അതിരൂപതയിലെ 40 ഇടവകകളിൽ നിന്നായി 2000-ലേറെ ദർശന സഭാംഗങ്ങൾ കൺവെൻഷനിൽ പങ്കെടുത്തു. സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നടന്ന പൊതുസമ്മേളനം സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദർശന സമൂഹം അതിരൂപത ഡയറക്ടർ ഫാദർ ജോസ് തെക്കേക്കര അധ്യക്ഷനായിരുന്നു. ഫാദർ ജോൺസൺ അരിമ്പൂർ, തോമസ് ജോസ്, KF ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഒന്നിച്ചിരിക്കുകയാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം UP ജോസഫ്. മോതിരക്കണ്ണിയിൽ നടന്ന LJD മലയോര മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LJD ജില്ലാ പ്രസിഡന്റ് യുജിൻ മൊറേലി അധ്യക്ഷനായി. CPI സംസ്ഥാന കൺട്രോൾ കമ്മിറ്റി കൺവീനർ AK ചന്ദ്രൻ, MC ആന്റണി, പഞ്ചായത്ത് പ്രസിഡന്റ് ജനീഷ് P. ജോസ് എന്നിവർ സംസാരിച്ചു. ബോയൻ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന ബ്രാഞ്ച് കൗൺസിൽ കൺവെൻഷൻ പല്ലിശ്ശേരി അർദ്ധനാരീശ്വര ക്ഷേത്ര ഹാളിൽ നടന്നു.
ബോയിൻ സർവീസ് സൊസൈറ്റി രക്ഷാധികാരി KR മണി കാഞ്ഞിരത്തിങ്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് M പ്രസാദ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ട്രഷറർ M സുരേഷ്, TR രഞ്ജിത്ത്, വിനോദ് K കുട്ടപ്പൻ എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുദരിസിൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ജില്ലാ മുതലീം കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം വിളംബര റാലി നടത്തി. പന്നിത്തരം ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിച്ച റാലി പന്നിത്തരം സെന്ററിൽ സമാപിച്ചു. സിദ്ദിഖ് ബാഖവി, മോളൂർ, ഷെരീഫ് ഫൈസി പന്നിത്തരം, ഇബ്രാഹിം ഫൈസി പഴുനാന എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ഉണ്ണി മിശിഹ ദേവാലയത്തിലെ CLC മാതൃവേദി സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനയും തിമിര നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഫെബിൻ കുത്തൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. CLC പ്രസിഡന്റ് ഷെൻസൻ അന്തിക്കാട്, മാതൃവേദി പ്രസിഡന്റ് ലിസി വിൻസൻ, ജിൽഷ ക്രിസ്റ്റോ എന്നിവർ നേതൃത്വം നൽകി. ഒല്ലൂർ മേരി മാതാ ദേവാലയത്തിലെ KCYMന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സഹവികാരി ഫാദർ ജേസൺ മണ്ടുബാൽ ആദ്യ രക്തദാനം നടത്തുകയും രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണവും ചെയ്തു. ക്യാമ്പിൽ 40ഓളം പേർ രക്തദാനം നടത്തി. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ 1994 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂൾ അങ്കണത്തിൽ വീണ്ടും ഒത്തുകൂടി. തണൽ ചില്ലകൾ 94 എന്ന പേരിൽ നടത്തിയ പരിപാടി മുൻ പ്രധാനാധ്യാപകൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക PC ആനീസ്, ഡോക്ടർ സംഗീത, AR ബിജു എന്നിവർ സംസാരിച്ചു. കൊമ്പിടിയിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കവർച്ച നടത്തിയ കേസിൽ 4 പേരെ ചാലക്കുടി DYSP K ലാൽജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. ഇരിങ്ങാലക്കുട പടിയൂർ പാറാട്ടുപറമ്പിൽ മകുടി എന്നറിയപ്പെടുന്ന മഹേഷ്, അരിപ്പാലം കിഴക്കിനിയത്ത് വീട്ടിൽ അമൽ, പടിയൂർ മാമ്പ്ര വീട്ടിൽ ലാലു എന്ന കണ്ണൻ, തുമ്പൂർ മാഞ്ചേരി വളപ്പിൽ ശിവൻ എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രത്യേക സംഘം രൂപീകരിച്ചാണ് പ്രതികളെ പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ ടോൾ കമ്പനിയും ബസ് തൊഴിലാളികളും. തൃശൂർ വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ ബസ് സമരം തുടരുന്നു. സൂര്യാഘാതത്തിനെതിരെ ചൊവ്വാഴ്ച വരെ ജാഗ്രത തുടരണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ചാലക്കുടിയിൽ വീട്ടമ്മയ്ക്ക് സൂര്യാതപമേറ്റു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിലെ മീനഭരണി ആഘോഷത്തിന് തുടക്കം. കുരുമ്പക്കാവിനെ ചെമ്പട്ടുടുപ്പിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ്. കാഞ്ഞാണിയിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തിക്കിടയാക്കി. ആനപ്പുറത്തിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ 1 മണിക്കൂറിലധികം ഗതാഗതം തടസ്സപ്പെട്ടു. രൂക്ഷമായ വരൾച്ചയെ നേരിടാൻ കുളം നിർമ്മിച്ച് കുട്ടംകുളം നിവാസികൾ. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കുളം നിർമ്മിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.